നിലവിലെ സാഹചര്യത്തിൽ ഓൺലൈൻ പോർട്ടൽ ഉപയോഗിച്ച് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതും ഒരു ഏജന്റിന്റെ അടുത്ത് നിന്ന് ഇൻഷുറൻസ് എടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ പ്രീമിയം 2000-3000 വെച്ച് നമുക്ക് ഒരു വർഷത്തെ പ്രീമിയത്തിൽ കുറവുണ്ടാവാം. പക്ഷെ നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് എന്തെങ്കിലും റിസ്ക് നമുക്ക് എന്തെങ്കിലും സംഭവിക്കാം. ഇൻഷുറൻസ് എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് സംഭവിക്കണമെന്നില്ല, എടുത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരണമെന്നില്ല. പക്ഷെ എന്തെങ്കിലും അസുഖം, ഒരു മാരകമായ അസുഖം നമ്മളെ പിടിപെട്ടാൽ ലൈഫിലോ പിന്നെ നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഓൺലൈൻ പോർട്ടൽ വഴി നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണ്, പോളിസി ബസാർ വഴിയോ, അപ്പൊ നമുക്കൊരു 2000-3000 നമുക്ക് ടോട്ടൽ പ്രീമിയത്തിൽ കുറവ് കിട്ടാം. പക്ഷെ നമുക്കൊരു ഒരു ക്ലെയിം വന്നാൽ, നമുക്ക് ഒരു ഹസ്ബൻഡ് അസുഖമായിട്ട് ഒരു വൈഫ് ആയിരിക്കാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, ആ സമയത്ത് ഓൺലൈൻ പോർട്ടലിൽ ചില സമയത്ത് നമുക്ക് ആ സൈറ്റിന്റെ അഭാവം മൂലോ അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഏതെങ്കിലും നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾ നമ്മളിതിൽ മെൻഷൻ ചെയ്യാൻ മറന്നുപോകും. ഏതെങ്കിലും സ്ഥാനത്ത് നമുക്കൊരു തേർഡ് പാർട്ടിയുടെ സഹായം ആവശ്യം വന്നാൽ നമുക്കൊരു ബ്രാഞ്ച് ആയിട്ടോ ഏതെങ്കിലും ഏജന്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിങ് ആയിട്ട് നമുക്ക് ഇതിന് ബന്ധപ്പെടാൻ സാധിക്കില്ല. നമുക്ക് ഫിസിക്കലി ഒരാളോട് പോയി ചോദിക്കാനോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ നമുക്ക് ഇൻഫർമേഷൻ പോലും കിട്ടാത്തൊരവസ്ഥയായിരിക്കും. നമ്മൾ ഓൾറെഡി പ്രീമിയം അടച്ചു അല്ലെങ്കിൽ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ഇൻഷുറൻസ് കിട്ടി എന്നുള്ളത് ഒഴിച്ചാൽ നമുക്ക് അതിന്റെ സർവീസ് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാം എന്നുള്ള, നമുക്ക് ഇതിനെ കുറിച്ച് പ്രാവീണ്യമുള്ളതാണെങ്കിൽ നമുക്കത് കിട്ടാം. അത് നമ്മൾ കറക്റ്റായിട്ട് ആ കമ്പനിയുടെ സൈറ്റിൽ പോയിട്ടാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാം. നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ഉപയോഗിച്ച് നമ്മൾ പ്രീമിയം കുറച്ച് പോളിസി എടുത്താൽ നമുക്ക് ആവശ്യം വരുമ്പോൾ അത് ഉപകരിച്ചു കൊള്ളുന്നില്ല.